AD 1498 പോർച്ചുഗീസ് രാജാവിൻ്റെ പ്രതിനിധി വാസ്കോ ഡ ഗാമ കാപ്പാട് കപ്പിലിറങ്ങിയതു മുതൽ 1947 ഓഗസ്റ്റിൽ ഇന്ത്യ സ്വതന്ത്രയാവുന്നതുവരെയുള്ള ദീർഘമായ ചരിത്ര സംഭവങ്ങൾ നാം മറന്നിരിക്കുന്നു. അന്ന് പോർച്ചുഗീസ് ഭരണത്തിനെതിരെ കുഞ്ഞാലി മരക്കാർമാർ നടത്തിയ വീരപോരാട്ടം ഇന്നും ഓർക്കേണ്ടതുണ്ട്. പോർച്ചുഗീസുകാർ നാടുവിട്ടപ്പോഴേക്കും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഇവിടെ അടിച്ചമർത്തി ഭരണം നടത്താൻ ശ്രമിച്ചവരാണ്. ബ്രിട്ടീഷ് അധിനിവേശം മലബാറിന് നൽകിയത് കയ്പുനീർ മാത്രമായിരുന്നു. ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ബ്രിട്ടീഷുകാരെയും നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഇന്ത്യ രാജ്യം മുഴുവനും രംഗത്തിറങ്ങി. അധിനിവേശത്തിനെതിരെയുള്ള ഈ പോരാട്ടം ചരിത്രത്തിന് ഉൾക്കൊള്ളാവുന്നതിൽ അപ്പുറമായിരുന്നു. ടിപ്പു സുൽത്താനും കുഞ്ഞാലി മരക്കാരും കാണിച്ചു തന്ന അധിനിവേശ വിരുദ്ധത ചെമ്പൻ പോക്കറും അത്തൻ കുരിക്കളും ഉണ്ണിമൂസയും മാത്രമല്ല പിൻപറ്റിയത്. ഗാന്ധിജിയിലൂടെ, നെഹ്റുവിലൂടെ, അല്ലാമ ഇക്ബാലിലൂടെ തുടങ്ങി ഇന്ത്യയിലെ പരശതം ജനങ്ങളും അത് ഏറ്റുപിടിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അമിതദാഹം, ഇന്ത്യയെ ശവപ്പറമ്പാക്കിയ ബ്രിട്ടീഷുകാരോടുള്ള വിദ്വേഷം, ഹസ്രത്ത് മൊഹാനി, അലി സഹോദരന്മാർ, ഷാ വലിയുല്ലാഹി ദഹ്ലവി തുടങ്ങി ഭഗത് സിംഗും ഉദ്ധം സിംഗും അബുൽ കലാം ആസാദും സരോജിനി നായിഡുവും അങ്ങനെ പരശതം. ഗാന്ധിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് എത്രയെത്ര ഉപവാസങ്ങൾ! ഇവിടെ മത, വർണ്ണ, വർഗ, പണ്ഡിത, പാമര വ്യത്യാസമില്ലാതെ ഒരൊറ്റ ഇന്ത്യക്കായി പടപൊരുതിയവരെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? ഇവിടെ മലബാറിൽ മതപണ്ഡിതന്മാരും സയ്യിദന്മാരും ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധ സമരത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത്. വെളിയങ്കോട് ഉമർ ഖാലി, മമ്പുറം തങ്ങൾ, ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, കൊന്നാര് തങ്ങൾ, മൊയ്തു മൗലവി, KD ബ്രഹ്മദത്തൻ നമ്പൂതിരി, ബാലകൃഷ്ണ മേനോൻ, MP നാരായണ മേനോൻ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, K കേളപ്പൻ നായർ, K മാധവൻ നായർ, E മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇങ്ങനെ പരശതം നേതാക്കന്മാർ യുദ്ധഗോതയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇറങ്ങിയപ്പോൾ ബ്രിട്ടീഷ് നേതൃത്വം നിൽക്കക്കള്ളിക്ക് വേണ്ടി ക്രൂരവും പൈശാചികവുമായ ഹീനതന്ത്രങ്ങൾ പയറ്റാൻ തുടങ്ങി. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഹീന ചെയ്തികൾക്ക് ഗൂർഖ പട്ടാളത്തെ ഇറക്കേണ്ടി വന്നു. അത്തരം ക്രൂരതയ്ക്ക് ബലിയാടായ പ്രദേശമത്രേ മലബാർ. സ്വന്തം നാട്ടിൽ സ്വതന്ത്രരായി ജീവിക്കാൻ അവസരം കിട്ടാൻ വേണ്ടി മാപ്പിള മക്കൾ നടത്തിയ പോരാട്ടമാണ് മലബാർ കലാപം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിലനിൽപ്പിനു വേണ്ടി മലബാറിനെ ചോരക്കളമാക്കി മാറ്റിയ ഹിച്ച്കോക്കിനെയും ആമുവിനെയും സൈന്യത്തെയും നമുക്ക് മറക്കാം. എന്നാൽ പീഡനം സഹിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ച് ക്രൂരതയ്ക്ക് ബലിയാടുകളായ പരശതം മക്കളെ നമുക്ക് മറക്കാനാവുമോ?
1921 നവംബർ 20. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ട സമരനായകരെ മഞ്ചേരിയിലെത്തിക്കുന്നു. തുടർന്ന് കൊടിയ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ. അങ്ങനെ 100ഓളം വരുന്ന മാപ്പിള ഭടന്മാരെ പോത്തന്നൂരിലെത്തിക്കാൻ ഹിച്ച്കോക്കിൻ്റെ ശ്രമം. ചപ്പും ദാഹവും ക്ഷീണവും സഹിച്ച മാപ്പിള ഭടന്മാരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. കലാപകാരികളെന്ന് മുദ്രകുത്തിയ പലരെയും ഹിച്ച്കോക്ക് ജയിലിലെത്തിച്ചത് വാഗണിലൂടെയായിരുന്നു. ഭീതിയും ഇരുട്ടും, വായുസഞ്ചാരമില്ലാത്ത തീവണ്ടി വാഗണുകൾ. ചരക്കുകൾ മാത്രം കൊണ്ടുപോകുന്ന ഇത്തരം വാഗണുകളിൽ നിരവധി പേരെ ഹിച്ച്കോക്ക് മരണത്തിലേക്ക് തള്ളിയിട്ടുണ്ട്. MSM LV 11-17 വാഗണിൽ 100ഓളം പേരെ കുത്തിനിറച്ച് വാതിലടച്ച് ഒരു തീവണ്ടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. പോത്തന്നൂരിലെത്തുമ്പോഴേക്ക് പരസ്പരം കടിച്ച് കീറി മലമൂത്ര വിസർജനം നടത്തി ദാഹവും ക്ഷീണവും സഹിച്ച് ക്രൂരതയ്ക്കിരയാക്കപ്പെട്ട 64ഓളം മയ്യത്തുകൾ.